എൻ്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ്. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം. പ്രേക്ഷകരെ രസിപ്പിക്കുമ്പോഴും ബിഗ് ബോസ് കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട കുറച്ചു പേരുണ്ട്. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വീട്ടുകാരെ പിടിച്ചിടുന്ന മത്സരം, തന്തയ്ക്ക് വിളിയും ലൈവാണെന്ന ബോധമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ചില പേക്കൂത്തുകളും കൂടെ പിന്നാമ്പുറ കഥകളും. ജാസ്മിനും നോറയും അപ്സരയും ഒക്കെ ഇത്തരത്തിൽ പണി കൊടുത്തിട്ടുള്ളവരാണ്. അത്തരത്തിൽ പെട്ടുപോയ ഒരാളാണ് അഫ്സൽ അമീർ എന്ന ചെറുപ്പക്കാരൻ. ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സൽ. നേരത്തെ ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖം നൽകിയ BV ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അഫ്സലിന്റെ പ്രതികരണം. സംഭവം ഇങ്ങനെയാണ്. നേരത്തെ ബിഗ് ബോസ് ഹൗസിൽ തന്റെ പിതാവിന്റെ കോൾ വന്നതിന് പിന്നാലെയാണ് താൻ കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയത്. താൻ ഇക്കാര്യം ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞു. ഈ രണ്ട് സ്പീക്കറിനും ഒറ്റ ആംപ്ലിഫയർ ആയതുകൊണ്ട് ഗബ്രിയും ഇത് തന്നെയായിരുന്നു ആവർത്തിച്ചത്. അതിനിടയിൽ ഒരു തവണ തന്റെ സുഹൃത്ത് വീട്ടിൽ നിന്നും കല്യാണം ആലോചിച്ചെന്നും വീട്ടുകാർ കല്യാണക്കാര്യം സംസാരിച്ചുവെന്നും ജാസ്മിൻ സഹമത്സരാർത്ഥികളായ ശ്രീതുവിനോടും റസ്മിനോടും പറയുന്നുണ്ട്. അഫ്സൽ എന്ന ആളുമായാണ് വിവാഹം ഉറപ്പിച്ചതെന്നാണ് പലപ്പോഴായി ജാസ്മിൻ ആവർത്തിക്കാറുള്ളത്. BV ഹിയറിൽ അഫ്സൽ അമീറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത്. എന്റെയും ജാസ്മിന്റെയും കാര്യം ഞങ്ങളുടെ കുടുംബം മാത്രം അറിയുന്ന ഒരു സംഭവമാണ്. ഇത് പുറത്തായത് തന്നെ ജാസ്മിന്റെ വായിൽ നിന്നാണ്. ഗബ്രി എന്ന ചെക്കന്റെ അടുത്ത് എന്റെ പേര് പറയുകയും കമ്മിറ്റഡ് ആണെന്നും പാർട്ട്ണർ ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ലെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും പറഞ്ഞു. റസ്മിനും ശ്രീതുവുമായുള്ള സംസാരത്തിനിടെ അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്നൊരാൾ മാത്രമാണെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അത് സത്യമല്ല. ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിലുണ്ടായ ആളാണ്. എന്നോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന ആളാണ് അവൾ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവൾ പറഞ്ഞപ്പോൾ എന്റെ കുടുംബവും സുഹൃത്തുക്കളുമെല്ലാം എന്നോട് ചോദ്യം ചോദിച്ചു തുടങ്ങി. പല ആളുകളും ചോദ്യം ചെയ്യുകയാണ്. പലതവണയായി സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ് അവൾ. അവൾ ബിഗ് ബോസിൽ പങ്കെടുത്തതിന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവളുടെ കുടുംബവും ഞാനുമാണ്. രണ്ടുപേർക്കും പേഴ്സണൽ ലൈഫുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്. അവൾ ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പേ എന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് വിവാഹം ഉറപ്പിക്കണമെന്നാണ്. അവൾ വാശി പിടിച്ചതുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചത്. അവളുടെ ഗെയിം ബിഗ് ബോസിന് വേണ്ടിയാണെങ്കിലും ചിലതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവളുടെ ഭാഗത്ത് നിന്ന് വന്ന കുറെ തെറ്റുകളുണ്ട്. അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും ആർക്കും ഒരു പിടിയും കിട്ടണില്ല. പോകും മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോകരുതെന്ന്. ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. അവൾ എന്റെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ അവൾ എന്റെ പേര് പറഞ്ഞു. അവിടെ ഇത്രയും പ്രശ്നങ്ങളായി. എല്ലാത്തിന്റെയും കൂടെ എന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വിഷമിക്കേണ്ടെന്ന് അവരോട് പറയാനേ എനിക്ക് കഴിയൂ. വിവാഹ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവൾ വന്നിട്ടേ പറയാൻ സാധിക്കൂ. എനിക്കും കുറെ ചോദ്യങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും ചോദിച്ചറിയാനുണ്ട്. അത് ചോദിച്ചറിഞ്ഞിട്ടേ തീരുമാനം പബ്ലിക്കായി പറയൂ. അവളുടെ ഗെയിം എലമെന്റ്സ് പലതും വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ല, അവൾ ഗെയിമിന്റെ ഭാഗമാണതൊക്കെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല. തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പ്രോമിസ് ചെയ്തു പോയതുകൊണ്ട് ഞാൻ അവൾ വരുന്നതുവരെ നിൽക്കും. ഞാൻ ഇതിനൊന്നും പറയുന്നില്ല. ഇതാണ് അഫ്സലിന്റെ പ്രതികരണം.